കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ 2 മലയാളി മന്ത്രിമാർ ഉൾപ്പെടെ 10 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്. നമ്മുടെ മന്ത്രിമാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞോ? മുഖ്യമന്ത്രി എത്തിയോ? VD സതീശൻ? SKN വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് കൂടി തന്നെ മുഖ്യമന്ത്രി VD സതീശൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ലോക് ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് 3 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ DK ശിവകുമാർ അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 2 മലയാളി മന്ത്രിമാർ ഉൾപ്പെടെയാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്തായാലും സിദ്ധരാമയ്യയ്ക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് CWC അംഗം, പ്രവർത്തക സമിതി അംഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം മുൻപോട്ട് വെച്ച ആവശ്യങ്ങളും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെയും സബലീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ 2 വർഷം മാത്രമാണ് DK ശിവകുമാറിന് മുൻപിലുള്ളത്. പ്രത്യേകിച്ച് 2028-ൽ കർണാടക വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കമാൻഡ് DK പക്ഷത്തോ അല്ലെങ്കിൽ DK ശിവകുമാറിന്റെ കയ്യിലേക്ക് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില മന്ത്രിമാർ ഇന്നിപ്പോൾ അധികാരം ഏൽക്കാൻ പോകുന്ന 10 മന്ത്രിമാർ. യതീന്ദ്ര സിദ്ധരാമയ്യ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹം സിദ്ധരാമയ്യയുടെ മകൻ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചില വകുപ്പുകളൊക്കെ നൽകി അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DK ശിവകുമാറിനൊപ്പമുള്ള മറ്റു മന്ത്രിമാർ ഡോക്ടർ G പരമേശ്വർ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, നിലവിലത്തെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. പ്രത്യേകിച്ച് ദളിത് നേതാവാണ്, ഒരു സീനിയർ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MB പാട്ടേൽ, സതീഷ് ചെറുക്കഗോളി, UT ഖാദർ, KH മുനിയപ്പ, KJ ജോർജ്, പ്രിയങ്ക ഖാർഗെ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നിപ്പോൾ വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റ് പ്രമുഖ നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കും, അതായത് ഇവിടുത്തെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ലോക് ഭവനിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ വലിയ സ്ക്രീനുകൾ കർണാടകയുടെ വിധാൻസൗധയുടെ പല ഭാഗങ്ങളോടൊപ്പം തന്നെ സിറ്റിയുടെ പല ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകളൊക്കെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായിട്ട് 3500 പോലീസുകാരെയൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് DK. പക്ഷേ വലിയ ഒരു കാത്തിരിപ്പിനുള്ള അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2023 തെരഞ്ഞെടുപ്പിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്ന കോൺഗ്രസിന്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ അസം, അതോടൊപ്പം തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിറങ്ങിയ കോൺഗ്രസിന്റെ ആവശ്യകരമായ നമുക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട്. കാര്യം ഈ DK ശിവകുമാർ എപ്പോഴും കേരളവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഇവിടെ ചില കോൺഗ്രസ് പരിപാടികളിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുകാണും. മാത്രമല്ല സജീവമായി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.